രാജ്യത്തെ LPG ക്ഷാമം അന്നദാനം നടത്തുന്ന സ്ഥാപനങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. കോഴിക്കോട് സായിബാബ സെന്ററിലെ അന്നദാനം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിത്യേന 400ഓളം പേർക്ക് ആശ്രയമായിരുന്ന ഈ കേന്ദ്രത്തിലെ പ്രഭാത ഭക്ഷണ വിതരണവും നിലച്ചു. ഈ ബോർഡ് ആദ്യമായിട്ടാണ് സായിബാബ സെന്ററിന്റെ മുന്നിൽ പതിപ്പിക്കുന്നത്. വർഷങ്ങളായി വിശക്കുന്നവന്റെ മുന്നിൽ സായിബാബ സെന്ററിന്റെ വാതിൽ ഒരിക്കലും അടയാറില്ല. വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം, അതാണ് കോഴിക്കോട് സായിബാബ സെന്ററിന്റെ ദൗത്യം. എന്നാൽ LPG ക്ഷാമം ഈ കാരുണ്യ പ്രവർത്തനത്തിന് വിലങ്ങുതടിയായിരിക്കുകയാണ്. വർഷങ്ങളായി എല്ലാ വ്യാഴാഴ്ചയും നൽകി വരുന്ന പ്രഭാത ഭക്ഷണം പോലും നിർത്തിവെച്ചു. വർഷങ്ങളായി തുടർച്ചയായി ദിവസേന അന്നദാനം നടത്തിപ്പോരുന്നൊരു സ്ഥാപനമാണ് കല്ലായിരോട് സായിബാബ മിഷൻ. ഞങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ പാവപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ദിവസവും 400-ലേറെ പേർക്ക് ഉച്ചഭക്ഷണം നൽകുന്ന സ്ഥാപനത്തിന് നിരവധി സിലിണ്ടറുകൾ ആവശ്യമാണ്. ദിവസങ്ങളായി ബുക്ക് ചെയ്തിട്ടും ലഭിക്കാത്ത അവസ്ഥയാണ്. ആശുപത്രികളിലെത്തുന്ന കൂട്ടിരിപ്പുകാരും നഗരത്തിലെ പാവപ്പെട്ടവരും ഈ കേന്ദ്രത്തെയാണ് ആശ്രയിക്കുന്നത്. വിറകടുപ്പിലേക്ക് മാറാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നഗരമധ്യത്തിലെ ഈ കേന്ദ്രത്തെ വലയ്ക്കുന്നുണ്ട്. LPG ക്ഷാമം ഹോട്ടൽ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണക്കാരന് ആശ്രയമായ അന്നദാന കേന്ദ്രങ്ങൾ വരെ പൂട്ടേണ്ടി വരുന്നത് സമൂഹത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.